നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന അസുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ബാക്ക് പെയിൻ ആണ്, നടുവേദനയാണ്. WHO കണക്കിന് 100 പേര് ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ 80 പേർക്കെങ്കിലും എപ്പോഴെങ്കിലും നടുവേദന കാണുമെന്ന് കാണും. ഒരു 100 പേര് നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ 10 പേർക്ക് എപ്പോഴും ഒരു ക്രോണിക്കായുള്ള കുറേ നാൾ നീണ്ടു നിൽക്കുന്ന നടുവേദന ഉണ്ടാകും. അപ്പോൾ നടുവേദന നമുക്ക് വളരെ സാധാരണമായതുകൊണ്ട് പലപ്പോഴും നമ്മുടെ അബ്നോർമൽ പോസ്ചറും കൊണ്ടും പണ്ട് കാലത്ത് പ്രായമുള്ളവർക്ക് ഉണ്ടാകുന്ന നടുവേദന ഇപ്പോൾ 20 വയസ്സും 40 വയസ്സുള്ളവർക്ക് ഇഷ്ടംപോലെ പേർക്ക് ഉണ്ടാകുവാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇരിക്കുന്ന രീതിയിലുള്ള പ്രശ്നം, നമ്മുടെ വ്യായാമമില്ലായ്മ തുടങ്ങിയതാണ്. പക്ഷേ നടുവേദന കുറേ ആളുകൾക്കുണ്ടെങ്കിലും എപ്പോഴാണ് നമ്മൾ സീരിയസ് ആയിട്ട് മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടത്, അർജൻറ്റായിട്ട് മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടത് 4-5 റെഡ് ഫ്ലാഗ്സ് ഉള്ളപ്പോഴാണ്. അതിലൊന്ന് പനിയുടെ കൂടെ നടുവേദന കൂടെ പനി ഉണ്ടാകുന്നു, വിട്ടുമാറാത്ത പനി ഉണ്ടാകുന്നു, വേർക്കുന്നു, പനി വന്ന് വേർക്കുന്നു. അത് പലപ്പോഴും ഉണ്ടാകുന്നത് TB സ്പൈൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു അസുഖമാണ്. ട്യൂബർക്ലോസിസ്, ക്ഷയരോഗം നട്ടെല്ലിനെ ബാധിക്കുന്നൊരു അസുഖമാണ്. 2 അകാരണമായിട്ട് വെയിറ്റ് കുറയുന്ന, എസ്പെഷ്യലി നേരത്തെ ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളവർ അല്ലെങ്കിൽ അകാരണമായിട്ട് വെയിറ്റ് കുറയുന്നവർ, ഈ നടുവേദനയുടെ വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണണം. കാരണം അത് പലപ്പോഴും എവിടെയെങ്കിലും ഒരു ക്യാൻസർ നട്ടെല്ലിൽ പടർന്നതിൻ്റെ ഒരു ലക്ഷണമാകാം. അത് ചിലപ്പം സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറാണ്, പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്നുള്ള ക്യാൻസറാണ് നട്ടെല്ലിലേക്ക് പടരുന്നത്. 3ാമത്തെ ഒരു റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് കാലിന് ബലക്കുറവുണ്ടാകുന്നു, അല്ലെങ്കിൽ മലവും മൂത്രവും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, പെട്ടെന്ന് മൂത്രം പോകുന്നു അല്ലെങ്കിൽ മലം അറിയാതെ പോകുന്നു. അതുണ്ടാകുന്നത് പലപ്പോഴും താഴത്തെ നട്ടെല്ലിൻ്റെ അഗ്രഭാഗത്ത് എന്തെങ്കിലും ഒരു ഡിസ്ക് വന്നാൽ വരുമ്പോഴോ അല്ലെങ്കിൽ അവിടെ ഗ്രോത്ത് ഉണ്ടെങ്കിലോ ഒക്കെയാണ് അങ്ങനെ വരുന്നത്. അത് ഡെഫിനറ്റായി ഡോക്ടറെ കാണണം. ഞാൻ ഈ പറയുന്നത് റെഡ് ഫ്ലാഗ്സ് വെച്ചാൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഡോക്ടറുടെ സഹായം തേടണം. 4ാമത്തെ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് പ്രായമുള്ളവർ ചെറിയ വീഴ്ച കഴിയുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് പൊക്കി പെട്ടെന്നൊരു നടുവേദന വന്നു, അല്ലെങ്കിൽ ബാത്റൂമിൽ ചെറുതായിട്ട് വീണു, അതിനുശേഷം ഭയങ്കരമായ നടുവേദന വന്നു. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മിസ് ചെയ്യുന്നൊരു പ്രശ്നമാണിത്. അതായത് നട്ടെല്ലിൻ്റെ കംപ്രഷൻ ഫ്രാക്ചർ എന്ന് പറയും, ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചർ എന്ന് പറയും. ഈ ഫ്രാക്ചർ എന്ന് വെച്ചാൽ ആൾക്കാർ വിചാരിക്കും കംപ്ലീറ്റ് ഒടിയിലാണെന്ന്. ഒരിക്കലുമല്ല. ഈ നട്ടെല്ലിൽ കശേരുക്കളിൽ ഇരിക്കുന്ന ചെറിയ ഇഷ്ടികകൾ പോലെയാണ്. അപ്പോൾ ഒരു ഇഷ്ടിക ഇങ്ങനെ അമങ്ങിപ്പോവും. ഇത് 2 ഇഷ്ടികളാണെങ്കിൽ സാധാരണ ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പോൾ അതിലൊരു ഇഷ്ടിക ഇങ്ങനെ അമങ്ങിപ്പോവും. അപ്പോൾ കംപ്രഷൻ ഫ്രാക്ചർ എന്നാണ് വിളിക്കുന്നത്. ഈ കംപ്രഷൻ ഫ്രാക്ചർ നമ്മുടെ പ്രായമായവരിൽ ഒരു നല്ല വിഭാഗം ആളുകൾക്കും ഈ ചെറിയ വീഴ്ചകൾ, സാധാരണ നമ്മൾ ചെറുപ്പക്കാർ വീണാലൊന്നും സംഭവിക്കില്ല, പക്ഷേ പ്രായമായവർക്ക് എല്ലിന് ബലക്കുറവുള്ളത് കൊണ്ട് അവർക്ക് ഇത് കംപ്രഷൻ ഫ്രാക്ചറായിട്ട് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന വേറൊരു പ്രധാനപ്പെട്ട സിംറ്റമാണ് നൈറ്റ് പെയിൻ അഥവാ റെസ്റ്റ് പെയിൻ. നൈറ്റ് പെയിൻ എന്ന് വെച്ചാൽ രാത്രി നമ്മൾ സാധാരണ നടുവേദന എപ്പോഴാണ് ഉണ്ടാകുന്നത്, നമ്മൾ കുഞ്ഞ് വെയിറ്റ് എടുക്കുമ്പോഴൊക്കെയാണ്. അങ്ങനെയല്ല, സാധാരണ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര വേദന കൊണ്ട് എഴുന്നേക്കുന്നു, അല്ലെങ്കിൽ റെസ്റ്റ് കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര വേദനയോടെയാണ് എഴുന്നേൽക്കുന്നത്. അതുണ്ടെങ്കിൽ അത് പലപ്പോഴും നട്ടലിന് നീർക്കെട്ടുള്ളതിൻ്റെ ലക്ഷണമാണ്. അങ്ങനെയുണ്ട് പലപ്പോഴും അത് ആർത്രൈറ്റിസിൻ്റെയോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആങ്കലോ സ്പോണ്ടൈറ്റിസിൻ്റെ ലക്ഷണമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നടുവേദന ഉള്ളപ്പോഴാണ് പലപ്പോഴും നിർബന്ധമായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണുന്നത്. അത് ഞാൻ പറഞ്ഞത് 2 to 3 ഡേയ്സിൽ. പക്ഷേ പലപ്പോഴും വേറെ ഒരു തരത്തിൽ നടുവേദനയുണ്ട്. 3-4 മാസം നീണ്ടു നിൽക്കുന്ന നടുവേദനയാണെങ്കിൽ അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം പലപ്പോഴും അത് മെക്കാനിക്കലായിരിക്കും, വലിയ സീരിയസ് ആയിട്ടുള്ള അസുഖമായിരിക്കില്ല, എങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ട്രീറ്റ് ചെയ്ത് അത് മാറ്റാവുന്ന തരത്തിലുള്ള നടുവേദനയായിരിക്കും. പലപ്പോഴും അത് മസിൽസിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ തേയ്മാനം കൊണ്ട്, എല്ലിന് തേയ്മാനം കൊണ്ടൊക്കെ വരുന്നതായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. പക്ഷേ അതും സീരിയസ് അല്ലെങ്കിലും അത് സാധാരണ ബാക്കി ഈ റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 48 to 72 hours ഡോക്ടറെ കാണണം. ബാക്കിയുള്ള സൈൻസ് ആണെങ്കിൽ നമുക്ക് അതിലൊരു 60-70% നടുവേദനകളും ഈ റെഡ് ഫ്ലാഗ് സൈൻസ് ഇല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അങ്ങനെ കുറയുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ പോസ്ചർ ശരിയാക്കിയോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായി വരും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നൊരു വീഡിയോ ചെയ്യാം.